വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ക്രീമി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ട ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. എക്സ്ട്രാ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്രഷ് ക്രീമും ഒറിഗാനോ ലീവ്സും പിന്നെ കുറച്ച് ബേസിൽ ലീവ്സും ആണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ ഇത് ആമസോൺ വഴി നമുക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു 2 ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് അടിച്ച് പരത്തിയെടുക്കുന്നത് ചിക്കൻ പീസസ് ഒന്ന് തിന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ബ്രസ്റ്റിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നീക്കി വയ്ക്കാം. ഇനിയൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ബട്ടറും എണ്ണയും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടിയും ചേർത്ത് 2-3 മിനിറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചിക്കൻ്റെ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനൊരു ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി എണ്ണയും ബട്ടറും ചേർത്ത് നമുക്കൊരു മീഡിയം സൈസ് സവോള ഒരു ചെറുതാക്കി അരിഞ്ഞതും ഒരു 3 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് സവോളും ഗാർലിക്കും നമ്മൾ ഭയങ്കര തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാം ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ചിക്കൻ ബ്രോത്തോടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം കൂടിയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈഡ് ബേസിൽ ലീവ്സും 1 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ ലീവ്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോസ് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചിക്കനും സോസും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വരുന്നത് വരെ 1 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അധികം നേരം കുക്ക് ചെയ്താൽ സോസ് പെട്ടെന്ന് വറ്റിപ്പോവും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ക്രീമി ഗാർലിക് ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് പൈനാപ്പിൾ. മാത്രമല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ കട്ടിങ്സും ഇതിൻ്റെ സൈഡായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയോടും ചേർത്ത് കൊടുക്കാം.